പെർസെപ്ഷൻ, അതായത് ധാരണകൾ, അതാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. BJPയെ പിന്തുണയ്ക്കുന്നവർ പോലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഇന്ന് എങ്ങനെയാണ് കാണുന്നത് എന്നറിയാമോ? 2 തവണ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഒരു പരാജയപ്പെട്ട മന്ത്രിയായിട്ടായിരിക്കും. എന്നാൽ സോഷ്യൽ മീഡിയ റീലുകൾക്കും ആകർഷകമായ വാർത്താ തലക്കെട്ടുകൾക്കും അപ്പുറത്തേക്ക് ഈ വിഷയത്തിലെ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി അറിയാൻ നമ്മളിൽ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. നമുക്ക് ആദ്യത്തെ സംഭവത്തിലേക്ക് വരാം. 2024 നടന്ന വിഷയം. ഹസാരിബാഗിലെ ഒയാസി സ്കൂളിൽ പരീക്ഷയ്ക്കായി എത്തിച്ച കനത്ത സുരക്ഷയുള്ള ചോദ്യപേപ്പർ ബോക്സ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്കൂളിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് NTA സിറ്റി കോർഡിനേറ്ററും ആ സ്കൂൾ പ്രിൻസിപ്പലുമായ അക്സനിൽ ഹക്കിന്റെയും വൈസ് പ്രിൻസിപ്പലിന്റെയും സഹായത്തോടെ പങ്കജ് കുമാർ എന്നയാൾ സ്ട്രോങ് റൂമിന്റെ പിൻവാതിലൂടെ അകത്ത് കടന്ന് ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുക്കുന്നു. ഇതിനെയാണോ നിങ്ങൾ സിസ്റ്റത്തിന്റെ തകരാറ് മൂലമുള്ള ചോദ്യപേപ്പർ ചോർച്ച എന്ന് വിളിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതേ സിസ്റ്റത്തിനുള്ളിലെ ചിലർ നടത്തിയ ആസൂത്രിതമായ മോഷണം എന്നാണ് ഇതിനെ വിളിക്കേണ്ടത്. എന്നാൽ ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാർ കയ്യും കെട്ടിയിരിക്കുകയാണോ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. ISRO മുൻ ചെയർമാൻ ഡോക്ടർ K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയെ രൂപീകരിച്ച് പരീക്ഷാ സംവിധാനം കൂടുതൽ സുരക്ഷിതമാക്കാൻ വിശദമായ പഠനം നടത്തി. ഹ്രസ്വകാല, ഇടക്കാല, ദീർഘകാല ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങളാണ് ഈ സമിതി നിർദ്ദേശിച്ചത്. ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പ്രകാരം ആദ്യഘട്ടത്തിലെ സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായി നടപ്പിലാക്കിയിരുന്നു. അതുമാത്രമല്ല, ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും മനുഷ്യ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കി പ്രക്രിയ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക എന്നതായിരുന്നു ദീർഘകാല ലക്ഷ്യങ്ങളിൽ പ്രാധാന്യം. 2027 മുതൽ പൂർണ്ണമായും ഈ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാൻ തീരുമാനിക്കുകയും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു. അതായത് പഴയ രീതിയിൽ നടക്കുന്ന അവസാന പരീക്ഷകളിൽ ഒന്നായിരുന്നു 2026 ഇനി രണ്ടാമത്തെ സംഭവത്തിലേക്ക് വരാം. കെമിസ്ട്രി അധ്യാപകനായ PV കുൽക്കർണി ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പാനലിലെ അംഗമായിരുന്നു. അയാൾക്ക് സ്വന്തമായി ഒരു കോച്ചിംഗ് സെന്റർ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭാഷാ വൈവിധ്യം കാരണം ചോദ്യപേപ്പർ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മറാഠി ട്രാൻസ്ലേഷന്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന കുൽക്കർണി തനിക്കറിയാവുന്ന ചോദ്യങ്ങൾ ചോർത്തി തന്റെ സമാന്തര കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് വിൽക്കുകയായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊന്നും കേന്ദ്ര ഭരണ സംവിധാനത്തിന്റെയോ നയങ്ങളുടെയോ പരാജയമല്ല. ഒന്നുകിൽ പരീക്ഷാ കേന്ദ്രത്തിലെ ഭാരവാഹികൾ, അല്ലെങ്കിൽ പാനലിലെ അധ്യാപകർ. അങ്ങനെ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ചില വ്യക്തികൾ നടത്തിയ അഴിമതിയും മോഷണവുമാണിത്. വരും വർഷത്തോടെ ഈ വിതരണ പ്രക്രിയ തന്നെ പൂർണ്ണമായി മാറാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ പറയുക, സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്കപ്പുറം ഈ യാഥാർത്ഥ്യങ്ങളിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യസന്ധമായി അറിയാമായിരുന്നു എന്നത്.